നമസ്കാരം. ഈ ആൺകുട്ടികൾക്ക് കല്യാണം നടക്കാത്തതിന്റെ 50% കുറ്റക്കാര് ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് കല്യാണം വേണ്ട, ഇപ്പം വേണ്ട, പിന്നെ ആകട്ടെ, ജോലി കിട്ടട്ടെ, അങ്ങോട്ട് പോവാ, ഇപ്പം വേണ്ട, ഇങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറെ പേര് കല്യാണമേ കഴിക്കുന്നില്ല, കല്യാണം വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം. നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, ജോലിയുണ്ട്, സാമ്പത്തികമുണ്ട്, നല്ല മിടുക്കിയായ പിള്ളേര് കല്യാണം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, എന്തോ ഒരു ചെറിയൊരു തിക്സ അനുഭവങ്ങൾ അവരെ വീട്ടിലോ അല്ലെ അവരെ നാട്ടിലോ അവരെ കൂട്ടുകാർക്കോ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ അത് മാത്രം വിധിപ്പരപ്പാട്ടി എടുത്ത് അത് മാത്രം നിങ്ങൾ കാണരുത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് അരി ബന്ധം നോക്കുന്നത്? എങ്ങനെയാണ് കഞ്ഞി ബന്ധം എന്ന് നമ്മൾ നോക്കുന്നത്? ഒരു തവിക്കകത്ത് ഒരു പിടി അരി ഒരു പിടി ചോറ് എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് അരി ബന്ധമെന്നോ. ചിലപ്പോൾ ഇതിനകത്ത് തന്നെ കേരള അരി കാണും, കറുത്ത അരി കാണും. പല കാരണത്താൽ ചിലപ്പോൾ വെന്തു പോകും, ചിലപ്പോൾ വേഗിയാലും. പക്ഷെ ആവറേജ് ചോറ് ബന്ധം എന്നല്ലേ നമ്മൾ നോക്കുന്നത്. അങ്ങനെയും നോക്കാൻ പാടുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പം ആവറേജ് നല്ല രീതിയല്ലേ നമ്മുടെ കുടുംബ ജീവിതമൊക്കെ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടോ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ കല്യാണം കഴിക്കേണ്ട ഏതോ ഒരു ആൺകുട്ടിയും കല്യാണം കഴിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരൂടെ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കുട്ടികളും ഇല്ല. അപ്പൊ സമൂഹത്തിന്റെ ഒരു വൻ ചങ്ങലയാണ് നിങ്ങൾ ഒരാൾ കാരണം കട്ട് ചെയ്ത് കളയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ, അതിന്റെ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ ഒറ്റ വാശി കാരണം പോവാണ്. ഇക്കാരണത്താലാണ് കുറെ ആൺകുട്ടികൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത്. എനിക്കറിയാം, എനിക്ക് എന്റെ മക്കളെക്കാട്ടി കൂടുതൽ മക്കളാണ്. മക്കളുടെ കൂടുതൽ ജീവിക്കുന്നതാണ്. മക്കളുള്ള സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രെസ് ആയതുകൊണ്ട് പിള്ളേരെ ഒരുപാട് വാത്സല്യം കാണിക്കാനോ ഒരുപാട് കൊഞ്ചിക്കാനോ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ മക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമുണ്ട്. അവരെ കൂടെ ഓടിച്ചാടി നടക്കുക, അവരെ കളിപ്പിക്കുക, അതിനെനിക്ക് ഒരുപാട് മനസ്സന്തോഷം കിട്ടുന്നുണ്ട്. അത്തരം കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. അല്ല ചെറിയൊരു കാര്യം പറഞ്ഞ് ഒരാൾ തേച്ചിട്ട് പോയി, ആണുങ്ങളെല്ലാം തേച്ചിട്ട് പോകുന്നവരാണ്, ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റിയല്ല, ഇങ്ങനെയുള്ള നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതി നിങ്ങൾ മാറ്റൂ. ഇനിയെങ്കിലും നിങ്ങളൊരു തിരിച്ചറിവ് വരിക, എന്ത് വില കൊടുത്ത് നിങ്ങൾ കല്യാണത്തിന് തയ്യാറാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.